ഇപ്പോൾ നിത്യ ആലിപ്പഴം പാടിയല്ല, അതേ റേഞ്ചിൽ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു പാട്ടാണ് തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിട. അതിൻ്റെ വരികളും മനോഹരമാണ് കിട്ടുന്നത്. തുമ്പക്കുടത്തിൻ്റെ തുഞ്ചത്തായിട്ട് ഊഞ്ഞാലിടണമെങ്കിൽ അത് തുമ്പിക്കേ പറ്റുള്ളൂ. മനുഷ്യന് ഊഞ്ഞാലിട്ട് കഴിഞ്ഞതിൽ കൂടി പറഞ്ഞു പോരും. തുമ്പിക്ക് പറ്റും അവിടെ ഒരു ഊഞ്ഞാലിട്ട് ആടാനായിട്ട്. അങ്ങനെയാണ് തുമ്പിയെ വിളിക്കുന്നത്. അല്ല, വരികളുടെ മനോഹാരിതയും ചേർത്ത് കഴിയുമ്പോഴാണ് പാട്ടിന് കുറെ കൂടെ റീച്ച് കിട്ടുന്നത്. ഇത് പോപ്പുലർ ആവാൻ കാരണം ഇതുപോലത്തെ ചെറിയ പ്രയോഗങ്ങളാണ്. നമുക്കിത് തിരിച്ചറിയാം. നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ തുമ്പിയെ വിളിക്കുന്നത്. തുമ്പക്കുടത്തിൻ്റെ തുഞ്ചത്ത് ഊഞ്ഞാലിടണമെങ്കിൽ അത്രയ്ക്ക് ലൈറ്റായിട്ടുള്ള തുമ്പി അതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രാണിക്കേ പറ്റുള്ളൂ. മനുഷ്യൻ ഊഞ്ഞാലിട്ട് കഴിഞ്ഞാൽ പോക്കാണ്. അപ്പോൾ അതും കൂടെ ചേർന്നാണ് പാട്ടിൻ്റെ. ആ പാട്ട് അറിയാമോ? മന്ത്രത്താൽ പായുന്ന കുതിരെ മാണിക്യ കയ്യാൽ തൊടാം, മന്ത്രത്താൽ പായുന്ന കുതിരെ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ, മാനത്തോ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി, തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാലിനിഴകളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലിനിഴകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജാനകി ആകാശത്തെ ഏതോ പൊന്നാലിൻ്റെ ഇലയിൽ തൊട്ട് തിരിച്ചു വരാൻ പോയിരിക്കുക. ഊഞ്ഞാൽ തിരിച്ചു വരുമല്ലോ. ഊഞ്ഞാലിപ്പോൾ അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചാൽ മതി, തിരിച്ചു വരും ഒരു ദിവസം. അതിനായിട്ട് മലയാളികൾ കാത്തിരിക്കുന്നു എന്നല്ലാതെ എന്ത് പറയാനാണ്. ഭാരതീയ സങ്കല്പമനുസരിച്ച് മരണം ഒരു ഫുൾ സ്റ്റോപ്പല്ല, അതൊരു കോമയാണ്. അപ്പോൾ അത് പോയ ആൾ തിരിച്ചു വരും. ഒരുപക്ഷെ പോയ അതേ ശരീരമായിരിക്കില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എസ് ജാനകി വേറെ ആരിലെങ്കിലും കൂടെ മലയാളികൾക്ക് വേണ്ടി പാടാൻ ഇപ്പം തന്നെ തയ്യാറായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.